തനിക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? താൻ ഇയാളെ തള്ളി തോൽപ്പിച്ചാൽ നമ്മൾ തന്നെ തള്ളാൻ വരുമെന്ന് വിചാരിച്ചു അല്ലേ മണ്ടൻ? അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ആപ്പമാരെയും ഉപ്പമാരെയും ഒന്നും തള്ളാൻ കൊടുക്കില്ല. അത് ഇരിക്കട്ടെ, തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? അത് പറയും. വെറുതെ പറയാൻ കൊടുക്കണോ? പറയടാ. ഹലോ സെക് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കൊടുത്ത മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാൻക്കും പോലീസുകാരന്മാർക്കും നമ്മളുടെ സേട്ടന്റെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കുന്നു. ഇൻസ്പെക്ടർ, മുനിസിപ്പൽ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഹോട്ടൽ നടത്താൻ അവകാശമില്ല. നിയമം ലംഘിച്ച് നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്തേ പറ്റൂ. നിയമം ആറ് ലംഘിച്ചു? ഒരു സ്ഥാപനം മുഹൂർത്തം നോക്കി ഉദ്ഘാടനം ചെയ്യാൻ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് വേണോ? വേണ്ട പോലീസുകാരന്മാരെ. ഇവിടെ ആഹാരം ഉണ്ടാക്കി കച്ചവടം ചെയ്താലല്ലേ നിയമലംഘനമാവൂ. അത് നമ്മൾ ചെയ്യാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഏത് വകുപ്പിലാണ് കേസ്? പറയും പോലീസുകാരന്മാരെ. വെറുതെ പറയാൻ കൊടുക്കണോ? ഇൻസ്പെക്ടർ സാറിന് നീ വകുപ്പ് പഠിപ്പിക്കണ്ട. മുനിസിപ്പാലിറ്റിക്കാർ അടച്ചുപൂട്ടി സീൽ ചെയ്ത ഈ ഹോട്ടൽ തുറന്നു കുറ്റത്തിന് ഈ തിരുമേനി ആദ്യം അറസ്റ്റ് ചെയ്യണം. തിരുമേനൊന്ന് ജീപ്പി കയറി. അതിന് നോം എന്ത് കുറ്റം ചെയ്തു? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. അത് പോരല്ലോ സാറേ, ഇവിടെ വച്ചു തീരുമാനിക്കണം. ഇപ്പോൾ ഈ വസ്തു നമ്മളുടെയും സേട്ടന്റെയും പേരിലാണ്. മുനിസിപ്പാലിറ്റിയില് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എടോ കഴുവേളി. കാളുവേളി അല്ല, കുഴിവേലി. എന്ത് വയ്യാവേലെങ്കിലും ആവട്ടെ, തനിക്ക് പരിശോധിക്കാം. കണ്ണിൽ കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് നക്കി മേടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർമാരുടെ മെക്കിട്ട് കയറുന്നത് മോശമല്ലേ പോലീസുകാരാ? കേറിയ നീ എന്ത് ചെയ്യൂടാ? കേരൻ നോക്കൂ, അടിച്ച് ദോശ പാർത്തല പോലെ ആക്കും. പോലീസുകാരോട് തോന്നിയാസം പറയുന്നോടാ. ഒരു മിനിറ്റ്. നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കാൻ കൊടുക്കുന്ന നമ്മളുടെ സേട്ടൻ എന്റെ അണ്ണു രാജ കമത്ത് ഇവിടെ എത്താൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പാലക്കാട് ജില്ലയിൽ കാൽ കുത്തിയതും അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഉണ്ടായി. വായിൽ കൈയിട്ട് കുത്തിയാൽ വെജിറ്റേറിയൻ ആണെങ്കിലും കഴിക്കില്ലേ? നമ്മൾ ഒരു ചെറിയ കടി കഴിച്ചു, അത്രേ ഉള്ളൂ. അരെ കോപ്പേ. ഇവരാരാണ്? അന്നു ഇവരെ തൊട്ട് നോക്കാൻ കൊടുത്തിട്ടില്ലല്ലേ? അത് തനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കൊടുത്തു? അന്നു തൊട്ടാൽ ഇവരിങ്ങനെ നേരെ നിൽക്കുമോ? സത്തുപോവില്ലേ? അരെ കോപ്പേ. നമ്മളെ ആക്രമിക്കാൻ ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ആരാണെന്നാണ് പറഞ്ഞത്? ഒരു സുലൈമാൻ സാഹിബും കുഴിവേലിയും. ആ മാന്യന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരണം. അവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. ഓരോരുത്തരായി മുന്നോട്ട് വരൂ, ഓരോരുത്തരായി മുന്നോട്ട് വരൂ. ഇവിടെ വരാൻ കൊടുക്കണോ? വന്നെടുത്തിട്ട് പോടോ. ആരാണ് കുളിവേലി? അവനാണ്. സാറേ, എന്റെ അടുത്തേക്ക് വരരുത്, പൊക്കോ. സാറേ, ആരെ? ഉദ്ഘാടനത്തിന് പോലീസുകാർമാർക്ക് ഉണ്ടല്ലോ. അങ്കൽ ഭാഗ്യ. പോലീസുകാർമാർ മാത്രമല്ല, മുനിസിപ്പാലിറ്റിക്കാർമാരുമുണ്ട്. ഇത് ചെയർമാൻ, ഇത് സെക്രട്ടറി മഹാലക്ഷ്മി. സെക്രട്ടറി പേർ പോലെ തന്നെ മഹാലക്ഷ്മിയാണ്. പക്ഷെ മനസ്സ് കാളിയുടേതാണ്, ഭദ്രകാളി. നമ്മൾക്ക് എത്രയും പ്രിയപ്പെട്ട ഭദ്രകാളി സാർ, സെക്രട്ടറി സാർ, ലൈസൻസ് ഇല്ലാതെ ഹോട്ടൽ നടത്താൻ ഞങ്ങൾ വെറും പൊട്ടന്മാരല്ല. നിങ്ങൾ നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തില്ല. അപ്പോൾ അതിനു മുകളിൽ കൗൺസിൽ ഉണ്ട്, അതിനു മുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, അതിനു മുകളിൽ കോടതിയുണ്ട്. കോടതി നിങ്ങൾക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? ഈ കമ്മത്തി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കൊടുക്കണം. നമ്മളുടെ കടയിൽ ദോശ തിന്നാൻ കൊടുക്കാത്ത ഒരു മന്ത്രിയില്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ല. നമ്മൾ മന്ത്രിയെ കാണാൻ കൊടുത്തു, മന്ത്രി നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തു. ഇതാണ് ഓർഡർ. കോപ്പി ഓഫീസിൽ അയച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, നല്ല രസമായിരിക്കും. നോക്കൂ, നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ ഓർഡറാണ്. അന്നു മുഹൂർത്തം ജാമല്ലേ? എന്നാൽ നമ്മൾക്ക് ഉദ്ഘാടന ചടങ്ങ് ഉടനെ നടത്താം. അതെ, പൂട്ടിക്കാണ്ട് മർച്ച ചെയ്യാനും വന്ന വലിയ വലിയ ആൾക്കാർമാർക്ക് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് നല്ല സൂട് ദോശയും സമ്മന്തിയും തിന്നാൻ കൊടുക്കാം. നേരത്തെ കഴിച്ചിട്ട് പോവാം. പോലീസുകാരന്മാരെ നേരത്തെ തിന്നിട്ട് പോവൂ. സർ നിർത്ത്. ഉദ്ഘാടനം ചെയ്യാൻ വരട്ടെ. DYSP സാർ വരുന്നുണ്ട്. ഇത് പൂട്ടിക്കാൻ. നമസ്കാരം. നമസ്കാരം.
കമ്മത്തന്മാർ ഇവിടെയും കട തുടങ്ങിയത് നന്നായി. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം തന്റെ ദോശയുടെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. എടോ, ഇവരുടെ മസാല ദോശ എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എന്ത് ജീവനാന്നറിയോ. നമ്മളുടെ ഒരു ഭാഗ്യം. എന്നാൽ പിന്നെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരന്മാരെ, നാട്ടുകാരികളെ, കമ്മത്തിന്റെ 33ാമത് കടയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ തുടങ്ങാൻ കൊടുക്കുകയാണ്. കേരളത്തിലെ ഒന്നാമത്തെ പ്രശസ്തനും പാവപ്പെട്ട ആൾക്കാർമാരുടെ പട്ടലവനും സുന്ദരനും ഇന്ത്യയുടെ അഭിമാനവുമായ ഭാവിയിലെ എംഎൽഎയും മന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള എന്റെ അണ്ണു രാജരാജ കമ്മത്ത് എന്റെ അണ്ണു രാജരാജ കമ്മത്ത് നാടമൂർച്ച ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിക്കാൻ കൊടുക്കുകയായി. അണ്ണു അടുത്തതായി ദോശ സുട്ട ഉദ്ഘാടനമാണ്. നമ്മളുടെ അണിയനും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ പ്രശസ്തനും ഭാവിയിലെ അംബാനിയും ബുദ്ധിമാനും ജനപ്രിയനുമായ നമ്മളുടെ ഈ അണിജൻ ദേവരാജ കമ്മത്ത് ദോശ സുട്ട ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അടുത്തതായി തീറ്റി ഉദ്ഘാടനം. തേറ്റി മത്സരത്തിൽ അഖിലേന്ത്യാ റെക്കോർഡ് തകർത്ത തേറ്റി മത്തായിയുടെ മകൻ ടി ജോർജ് ഡിവൈഎസ്പി ജോർജ് സാറ് ദോശ തിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നു. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. നമസ്കാരം സാർ. നീ ആ കള്ളം പത്രോസല്ലേ? ആ അതെ. ഏയ്, നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. പോലീസിന് കള്ളനെ പേടിയാണെങ്കിൽ മത്സരിക്കണ്ട. നാണക്കേടാ സാറേ. മത്സരത്തിൽ കള്ളനുമില്ല പോലീസുമില്ല. ഒരു സന്തോഷത്തിലുള്ള മത്സരം മതി. നല്ല രസമായിരിക്കും. ആ കമ്മത്തെ, ഇനിയും ദോശ ഇടാൻ പറയും. ദോശ ചുടാൻ പറ. പൂർത്തി ദോശ ചുടാൻ പറയൂ. ദോശ ഇടാൻ പറയൂ. ആ ദോശ ചുടാൻ പറയൂ. വേണ്ട, നമ്മൾ തന്നെ സുട്ടോളാം. ഒരു 10 ദോശ പോലീസ്. അതൊന്നും മതിയാവില്ലാട്ടാ. ഒരു 10 ദോശ കള്ളൻ. ആയിക്കോട്ടെ. വേഗം വേഗം തിന്നാൻ കൊടുക്കൂ. 10 ദോശ ഡിവൈഎസ്പി സാർ ലീഡിലാണ്. ഇതാ കള്ളൻ പത്രോസ് കാറ്റിവെട്ടി 20 ദോശയുടെ ലീഡ്. 1-2 20 ദോശയുടെ ലീഡ്. പത്രോസ് വീണ്ടും ലീഡ് ചെയ്യുന്നു. നമ്മളുടെ കടയിലെ ദോശ മുഴുവൻ തീർന്നിട്ടോ. പത്രോസ് വെച്ചടിക്കാർക്കാണ് സാറേ നമ്മളുടെ ഡിവൈഎസ്പി സാർ പെരക്കിലാണ്. പറയാൻ കൊടുക്കണം. വേണ്ടി വരില്ല, ഈ കള്ളൻ ജയിക്കും. ദോശ റെഡി. വെള്ളം അങ്ങനെ നമ്മളുടെ കള്ളൻ പത്രോസ് 5 ദോശക്ക് ജയിക്കാൻ കൊടുത്തിരിക്കുന്നു.